ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPUP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിൽ ഒരു പുതിയ ക്ലാസ്സുമായി വന്നതാണ്. ക്ലാസ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, കമൻറ്റുകൾ കാണുന്നുണ്ട്. വലിയ സന്തോഷം. ഇതുപോലെ തന്നെ തുടർന്നും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പരീക്ഷ നമ്മളുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കുക. താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക്, നമ്മുടെ താഴെ നിന്ന് ഭൂവൽക്കത്തിൽ നിന്ന്, നമ്മുടെ ഉപരിതലത്തിൽ നിന്ന്, ഭൂവൽക്കല്ല ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളുടെ ശരിയായ ക്രമം. ഇവിടെ നോക്കുക, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി നിങ്ങളിത് ഒരു കോഡ് വെച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അറ്റ്മോസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് അറിയാൻ പറ്റും. ചോദ്യം താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിൽ വരുന്നത് ഏതൊക്കെയാണ് അല്ലേ? നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. പോസ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചിരുന്നു. ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഗാഗ്ര. ഒന്ന് മാത്രം ശരിയാണ്, രണ്ട് മാത്രം ശരിയാണ്, ഒന്നും രണ്ടും ശരിയാണ്, ഒന്നും രണ്ടും തെറ്റാണ്. ഒന്നും രണ്ടും തെറ്റാണ്. അളകനന്ദിയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഗാഗ്ര എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. മൂന്നാമത്തെ ചോദ്യം കുറച്ച് വലിയ ചോദ്യമാണ്, കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. പോസ് ചെയ്ത് കൊടുക്കുക. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ പുറത്താക്കാൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന കാരണം ഭരണഘടനാ ലംഘനം മാത്രമാണ്. രാഷ്ട്രപതിക്ക് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഈ പ്രമേയം സഭയുടെ 4/1 അംഗങ്ങൾ ഒപ്പുവെച്ചിരിക്കണം. മൂന്നാമത്തേത്, പാർലമെന്റിലെ ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ അവതരിപ്പിക്കുന്ന ഇംപീച്ച്മെന്റ് ബില്ല് ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തിൽ പാസാക്കിയാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. നാലാമത്തേത്, രണ്ടാമത്തെ സഭയ്ക്ക് ആ ബില്ലിന്മേൽ പുനരന്വേഷണം നടത്താവുന്നതാണ്. അതിന് ശേഷം സഭയുടെ മുന്നിൽ 3/2 ഭൂരിപക്ഷത്തിൽ ആ ബില്ല് പാസാക്കിയാൽ രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യപ്പെടും. അപ്പോൾ 4 പ്രസ്താവനകൾ, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് ശരിയായ ഉത്തരം 1 മാത്രം തെറ്റാണ്, 2 മാത്രം തെറ്റാണ്, 1, 2, 3, 4 തെറ്റാണ്, 1, 2, 3, 4 ശരിയാണ്. സിമ്പിളാണ്, കിട്ടിയിട്ടുണ്ടാവും. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റ് എന്നുള്ള ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ, ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ബില്ല് നിയമമാകുന്ന കാര്യങ്ങൾ, ഓക്കെ, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഇപ്പോൾ നിലവിലെ ഇതുവരെയുള്ള രാഷ്ട്രപതിമാരുടെയൊക്കെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്, രാഷ്ട്രപതിമാർ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനമന്ത്രിമാർ അവരുടെ കാലഘട്ടത്തിലുണ്ടായ പ്രധാന സംഭവങ്ങൾ, അവരുടെ കാലഘട്ടത്തിലുണ്ടായ പ്രധാന അമെൻമെൻറ്റുകൾ, ഇതെല്ലാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരാൾക്ക് സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം? ഓസ്റ്റിയോപൊറോസിസ്, നിശാന്തത, സെറോഡെർമ പിഗ്മെന്റോസം, ആൽബിനിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരാൾക്ക് സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം? ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളതാണ്. നിശാന്തത എന്നുണ്ട്, സെറോഡെർമ പിഗ്മെന്റോസം എന്നുണ്ട്, ആൽബിനിസം ഉണ്ട്. കേട്ടിട്ടുണ്ടാവും ചിലതെങ്കിലും. ഓക്കെ, 4ാമത്തെ ചോദ്യമാണ്. ആൻസർ കമൻറ്റ് ചെയ്യണം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. 2, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്.
3 എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം ശരിയായതാണെന്നാണ് ചോദിച്ചത്. 1ഉം 2ഉം മാത്രം, 1ഉം 3ഉം മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. 5 ചോദ്യമായി. 6ാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഹൊഗ്നേക്കൽ വെള്ളച്ചാട്ടം, കുറ്റാലം, ജോൻഹ, ജോഗ് വെള്ളച്ചാട്ടം. 7ാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതെന്ന്? 1946 ഡിസംബർ 3, 1946 ഡിസംബർ 9, 1946 ഡിസംബർ 13, 1947 ജനുവരി 22. വളരെ ശ്രദ്ധയോടുകൂടി ഡേറ്റുകളെ സമീപിക്കുക. ഓക്കെ, ഡേറ്റ് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ടൈം ലൈൻ എഴുതി വെച്ചിട്ട് പഠിക്കുക. അതന്നെയാണ് ഏറ്റവും നല്ലത്. 8ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ പോലും നിങ്ങൾക്ക് അറിയാതെ അല്ലെ, ഓപ്ഷൻ പോലും കിട്ടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. താക്കൂർദാസ് ഭാർഗവ്, KM മുൻഷി, NA പൽക്കിവാല, ANS ഭാർക്കർ എന്നുള്ളവരാണ് തന്നിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യം VRS നടപ്പിലാക്കിയ ബാങ്ക്? നെടുങ്ങാടി ബാങ്ക്, റിസർവ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹം? ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം താഴെ നിന്ന് മുകളിലേക്ക്. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളുടെ ശരിയായ ക്രമമാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ടീമോസ്റ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ടീമോസ്റ്റിലെ തെർമോക്കോളാണ് ഏറ്റവും മുകളിൽ. അപ്പോൾ തെർമോസ്ഫിയർ മുകളിലാണ്. അപ്പോൾ ഏറ്റവും താഴെ ഏതായിരിക്കും? ട്രോപ്പോസ്ഫിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ വരുന്നത് B ഉണ്ട്, D ഉണ്ട്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രാറ്റോസ്ഫിയർ ആണ് വരിക. അപ്പോൾ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ D ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇവിടെ മിസോസ്ഫിയർ ആവുന്നത്. മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറും കഴിഞ്ഞിട്ടാണ് വരുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതാണ് താഴെ നിന്ന് മുകളിലേക്കുള്ള ക്രമം. ഇമ്പോർട്ടൻ്റ് ആണ്, കാണണം, പഠിക്കണം. 2ാമത്തെ ചോദ്യം താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അളകനന്ദിയും ഭഗീരഥയും ദേവപ്രയാഗിൽ വെച്ചിട്ട് സംഗമിക്കുന്നു. ഗംഗയുടെ പോഷക നദിയാണ് ഗാഗ്ര. അപ്പോൾ ഇത് ഏതാണ് ഉത്തരം എന്ന് ചോദിച്ചാൽ 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. 1 മാത്രം ശരിയാണ് പറയാൻ കഴിയില്ല, കാരണം 2ഉം ശരിയാണ്. 2 മാത്രം ശരിയാണെന്ന് കഴിയില്ല, കാരണം 1 ശരിയാണ്. 1ഉം 2ഉം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. 1ഉം 2ഉം ശരിയാണ്. 3ാമത്തെ ചോദ്യം താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്ത് ഉത്തരം തിരഞ്ഞെടുക്കുക. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61 ആണ്. അതായത് ഭരണഘടനാ ലംഘനമാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ 1ാമത്തേത് ശരിയാണ്. 2ാമത്തേത് രാഷ്ട്രപതിക്ക് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം. അങ്ങനെ നൽകിയ ശേഷം രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. അല്ലെ, മണി ബില്ല് പോലെ ലോകസഭയിൽ മാത്രമൊന്നുമല്ല. അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രമേയം സഭയുടെ 4/1 അംഗങ്ങൾ ഒപ്പുവെച്ചിരിക്കണം. അതും ശരിയാണ്. അങ്ങനെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ അവതരിപ്പിക്കുന്ന ഇംപീച്ച്മെന്റ് ബില്ല് ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സായാൽ അടുത്ത സഭയിലേക്ക് പോകും. അതും ശരിയാണ്. അപ്പോൾ 2ാമത്തെ സഭ ആ ബില്ലിൽ പുനരന്വേഷണം നടത്തും. അതിനുശേഷം സഭയുടെ 2/3 ഭൂരിപക്ഷത്തിൽ ആ ബില്ല് പാസ്സായാൽ രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യപ്പെടും. അപ്പോൾ 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. പോസ് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. 4ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരാൾക്ക് സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം? ഇവിടെ നോക്കണം, ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളതാണ്. അതായത് എല്ലുകൾ അസാധാരണമായിട്ട് മുറിഞ്ഞു പോകുന്ന, ഒടിഞ്ഞു പോകുന്ന, എല്ലുകൾക്ക് ബലം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. നിശാന്തതയല്ല. അതുപോലെ തന്നെ സെറോഡെർമ പിഗ്മെന്റേസം എന്ന് പറയുന്നത് വരില്ല, കാരണം അതൊരു ജനിതക രോഗമാണ്. ആൽബിനിസം നമ്മുടെ ഇതല്ല. ആൽബിനിസം നിറമായി ബന്ധപ്പെട്ടതാണ്. 5ാമത്തെ ചോദ്യം ഹിമാലയത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹിമാലയം അല്ലേ ചെറുപ്പമാണ്, ശരിയാണ്. ഘടനാപരമായി വളഞ്ഞതാണ്, ശരിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രിയാണ്, ശരിയാണ്. എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്, ശരിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തെ ഏറ്റവും ഉയരം കൂടിയ ഹിമാദ്രി നട്ടെല്ലെന്നറിയപ്പെടുന്നു. ഹിമാദ്രിയിലാണ് എവറസ്റ്റ് ഉള്ളത്. ഒക്കെ ശരിയാ. അപ്പൊ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. 6ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടമാണ്. 7ാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ
46 ഡിസംബർ 13-നാണ്. ഈ 47 ജനുവരി 22 എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ 46 ഡിസംബർ 13-നാണ് ഇവിടെ ഓപ്ഷൻ സഹിതം അല്ലേ. ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവ് ആണ്. ആത്മാവ് ഭാർഗവ്. ഓക്കെ, യെസ്. അടുത്തത് 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യം VRS നടപ്പിലാക്കിയ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 10ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ S ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഏക ലോഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ലിഥിയം, റുബീഡിയം, ഫ്രാൻസിയം. ഏതാണ്? ഹൈഡ്രജൻ ആണ്. 10 ചോദ്യങ്ങൾ. എത്ര ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പേജ് 3 അക്കാദമിയിൽ പുതിയ ബാച്ച് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 1500 രൂപയാണ് വരുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ചുവടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വിളിക്കാവുന്നതാണ്. അടുത്ത ദിവസം കുറച്ച് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.